തൻ്റെ കഴുത്തിൽ അയാളുടെ താലി മുറുകുമ്പോഴും അവളൊരു പാവയെപ്പോലെ നിന്നു. കഴുത്തിൽ അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് അനുഭവപ്പെട്ടതും അവൾക്ക് തൻ്റെ ദേഹത്തോട് തന്നെ അറപ്പ് തോന്നി. പറഞ്ഞതില്ലേ നവി നിന്നോട്, എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ സ്വന്തമാക്കുമെന്ന്. സോ മിസ്സസ് നവന്ത്രികാഞ്ചേതിക സ്റ്റീവ്, വെൽക്കം ടു മൈ ലൈഫ്. ചെവിയോരും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് പിന്മാറി. ആരൊക്കെയോ അത് കണ്ട് നാണിച്ചു. ചിലർ പിറുപിറുത്തു. വേറെ ചിലർ ഒരു വല്ലായ്മയോട് അവളെ നോക്കി. കൈപിടിച്ചേൽപ്പിക്കുമ്പോൾ അച്ഛൻ്റെ വിതുമ്പലോ അമ്മയുടെ തേങ്ങലോ അവൾ കേട്ടില്ല. ശില പോലെ എല്ലാത്തിനും നിന്നു കൊടുക്കുകയായിരുന്നു. ഇറങ്ങാൻ നേരം ആരൊക്കെ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവർക്ക് വേണ്ടി ഒരു തുള്ളി പോലും അവളുടെ കണ്ണിൽ നിന്ന് പെയ്തില്ല. ആർക്കും മുഖം കൊടുക്കാതെ ഒരു മൂലയിൽ നിർവികാരമായി നിന്ന നിവേദിത എന്ന തൻ്റെ കുഞ്ഞനിയത്തിയെ മാത്രം നവി കണ്ണുകൾ കൊണ്ട് അടുത്തേക്ക് വിളിച്ചു. ഒരു പൊട്ടിക്കരച്ചിലൂടെ നിവി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. നിവി മോളെ, ചേച്ചിക്ക് സംഭവിച്ചത് മോൾക്ക് സംഭവിച്ചുകൂടാ. മുഖം മൂടി അണിഞ്ഞ പലരും വരും, വിശ്വസിക്കരുത്. കണ്ണുകളിൽ നിന്നും കണ്ണീരില്ല, അഗ്നിയാണ് വരേണ്ടത്. എന്തിനേയും ഭസ്മമാക്കാനുള്ള അഗ്നി. നിവിയെ വിട്ടുമാറി അവൾ കാറിലെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. ദൈവത്തിന് എന്ത് റൊമാൻറ്റിക് ആണല്ലേ. കൂടി നിന്ന പെൺകുട്ടികൾ ഒരുവൾ കൂട്ടുകാരിയോട് പറഞ്ഞത് കേട്ട് അവർക്ക് പുറകിൽ നിന്നിരുന്ന അമൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൾക്ക് നേരെ ചീറി. അവളുടെ സമ്മതമില്ലായിട്ടാണെന്ന് കണ്ടറിഞ്ഞൂടെ. അവന് ചാർത്തി കൊടുത്ത അലങ്കാരം കേട്ടില്ലേ, റൊമാൻറ്റിക്. അവളെ വല്ലാതെ നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. കണ്ണുകൾ എന്തിനോ വേണ്ടി ഒഴുകിയിറങ്ങി. നീ പേടിക്കേണ്ടടി, ആ ചേട്ടന് നവിയേച്ചെ കിട്ടിയതുമില്ല. ചേച്ചിയുടെ ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ദേവേട്ടനെ കൈപിടിച്ച് കയറ്റേണ്ടിയും വന്നു. അതിൻ്റെ ആയി തുള്ളല്. അല്ലെങ്കിലും കിട്ടാത്ത മുന്തിരി പുളിക്കും. സാമാന്യ വലുപ്പമുള്ള ഒരു ഇരുനില വീടിന് മുന്നിലാണ് അവരുടെ വണ്ടി വന്ന് നിന്നത്. ചിന്താഭാരം കൊണ്ട് വണ്ടി എന്നതോ ദേവനിറങ്ങിയതോ ഒന്നും നവി അറിഞ്ഞിരുന്നില്ല. തൻ്റെ അടുത്തുള്ള ഡോർ തുറന്നപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വരുന്നത്. ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് ദേവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി. എങ്കിലും നവി അവന് കത്തുന്നൊരു നോട്ടം മാത്രമാണ് കൊടുത്തത്. ഞാൻ തീരുമാനിക്കുന്നത് മാത്രമേ ഇനി നടക്കൂ നവി. അവൾക്ക് നേരെ ഒരു വിജയച്ചിരി നൽകിക്കൊണ്ട് കൈകളിൽ ബലമായി പിടിച്ചു കാറിൽ നിന്നും ഇറക്കി. വീടിന് നേരെ നടക്കുമ്പോഴും അവൻ ആ കൈകൾ വിട്ടിരുന്നില്ല. അവൻ്റെ കൈകൾ ഓരോ നിമിഷവും അവളിൽ സ്വയം വെറുപ്പ് തോന്നിക്കുന്നുണ്ടായിരുന്നു. അവരകത്തേക്ക് സ്വീകരിക്കാനായി ദേവൻ്റെ അമ്മയും അനിയത്തിയും അമ്മായിമാരും വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരതി ഒഴിയുമ്പോഴും ആ അമ്മയുടെ മുഖം മാത്രം പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും തന്നെ നിലനിന്നു. അവൻ്റെ സഹോദരി മറ്റെങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു. കൂടെ നിൽക്കുന്നവർ എന്തൊക്കെയോ ഭാവങ്ങൾ വാരി വിതറി അവരെ സ്വീകരിക്കുകയായിരുന്നു. പ്രാർത്ഥനയോടെ തനിക്ക് നേരെ നിലവിളക്കി നീട്ടി നിൽക്കുന്ന ആ അമ്മയെ കണ്ടില്ലെന്ന് നടിക്കാൻ നവിക്ക് കഴിഞ്ഞില്ല. ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ വിളക്ക് വാങ്ങി വലത് കാൽ വെച്ച് അകത്തേക്ക് കയറുമ്പോൾ എല്ലാം പോരാടാനുള്ള ശക്തി തരണേ എന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥന മനസ്സിലാക്കിയെന്ന രീതിയിൽ ദേവിൻ്റെ ചുണ്ടിൽ ഒരു വിജയച്ചിരി തെളിഞ്ഞു. ആരോടോ എന്തിനൊക്കെയുള്ള പകയായി മാറിയിരുന്നു പിന്നീട് അവൻ്റെ ചിരി. ദേവിൻ്റെ അനിയത്തി റൂമിൽ നിന്നും പുറത്തേക്ക് വരാത്ത കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ദേവിൻ്റെ വല്യമ്മയായ വസന്തിയായിരുന്നു. നവി അവരുടെ മകൾ വീണ മുകളിലുള്ള ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവേട്ടൻ്റെ റൂമാണിത്, ഇനി നിന്റെ കൂടെ ആണല്ലോ. ഏട്ടന് സാധനങ്ങൾ വലിച്ചു വാരിയിരുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ ആവശ്യമുള്ളതൊക്കെ ഏട്ടൻ തന്നെ ചെയ്തോളും. എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അത് നേടിയെടുത്ത ശീലം. എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അത് നേടിയെടുത്ത ശീലം നിന്നോടടുത്ത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. അവൾക്ക് നേരെ ഒരു പുച്ചച്ചിരി നൽകിക്കൊണ്ട് വീണ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ദേവിൻ്റെ വീട്ടിൽ അവൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് കരയുന്നതായിരിക്കും അവളുടെ ഏറ്റവും വലിയ പരാജയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവി തൻ്റെ കണ്ണുകൾ ഇറുക്കി അടിച്ചു. ഒരിറ്റ കണ്ണുനീർ പോലും പുറത്തേക്ക് ഒഴുകാതെ വാർഡ്രോബ് തുറന്ന് തനിക്കുള്ള ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് അവൾ കുളിക്കാനായി കയറി. തൻ്റെ നെറ്റിയിൽ പടർന്നു കിടക്കുന്ന ദേവിൻ്റെ പേരുള്ള സിന്ദൂരത്തെ അവൾ പൂർണ്ണമായും കഴുകിക്കളയാൻ ശ്രമിച്ചു. കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് കയറുന്ന ദേവനെയാണ് അവൾ കണ്ടത്. അവളെ കണ്ടതും ഡോർ അടിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവനെ ഒറ്റയ്ക്ക് റൂമിൽ വെച്ച് നേരിടേണ്ടി വരും എന്ന് അറിയാമായിരുന്നിട്ട് കൂടി അവൾക്ക് പെട്ടെന്ന് തൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നി. അവനടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ ആ ശ്രമത്തെ മുൻകൂട്ടി കണ്ടെന്ന പോലെ അവനത് തടഞ്ഞുകൊണ്ട് അവളെ ബലമായി തടഞ്ഞു നിർത്തി. എവിടെ പോണു ഭാര്യ? ചേട്ടനിവിടെ വരുന്നത് കണ്ടുകൊണ്ട് മുങ്ങാൻ നോക്കാണല്ലേ? ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലെന്ന് നീ മനസ്സിലാക്കാത്തത് എന്താ? എന്നെ എന്നും ഇങ്ങനെ നിന്റെ തടവിൽ നിർത്തി ജയിക്കാൻ കഴിയില്ലെന്ന് നീയും മനസ്സിലാക്കാത്തത് എന്താ? തീർന്നില്ല നിന്റെ ആവേശം. ദാ ഇത് കണ്ടോ, ഞാൻ കിട്ടിയ താലിയാണിത്.
മുടക്കാൻ നീയും കുറെ ശ്രമിച്ചു തോറ്റല്ലേ? എൻ്റെ ജീവനുള്ളിടത്തോളം കാലം അതിവിടെ തന്നെ കാണും. എൻ്റെയോ നിൻ്റെയോ മരണം കൊണ്ട് ഞാൻ ഇതിനെ പറിച്ചു മാറ്റിയിരിക്കും. പവിത്രമായ ഒരു ആചാരമാണ് താലി. അതിങ്ങനെ നിന്റെ പേരിൽ അധിക കാലം അപമാനിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ മുന്നിൽ തല കുനിച്ച് തന്നത് ഇനിയുള്ള കാലം തല ഉയർത്തിപ്പിടിച്ച് നടക്കണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാ. അങ്ങനെ പറ. അല്ലെങ്കിൽ ദേവന്റെ ഭാര്യ ആരുടെ മുന്നിൽ തല താഴ്ത്താൻ പാടില്ല. നീ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെയാ എൻ്റെയോ ആഗ്രഹം. പക്ഷേ അതൊരിക്കലും നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്ന് മാത്രം. മറുത്തെന്തോ മറുപടി പറയാനായി നവി നിന്നതും വാതിൽ തുടരെയുള്ള കൊട്ടുകേട്ട് അവർ അത് നിർത്തി. ദേവനാണ് പോയി ഡോർ തുറന്നത്. അവൻ്റെ അനിയത്തി നീതുവായിരുന്നു. എന്താ മോളെ? ചേച്ചി അമ്മ വിളിക്കുന്നുണ്ട്, ആരൊക്കെയോ കാണാൻ വന്നിട്ടുണ്ട്. നവിയെ നോക്കി ശാന്തമായി അത്രയും പറഞ്ഞു ദേവന് നേരെ കത്തുന്നൊരു നോട്ടം എറിഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങിയ നീതുവിനെ ദേവൻ കയ്യിൽ പിടിച്ച് നിർത്തി. നീ പൊക്കോ, എനിക്കവളോടൊന്ന് സംസാരിക്കാനുണ്ട്. നവിക്ക് പോവാനുള്ള അനുവാദം കൊടുത്ത പോലെയുള്ള അവൻ്റെ സംസാരം അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവൾ തൻ്റെ അനിയത്തി നിവിയെ പോലെ കാണുന്ന നീതുവിൻ്റെ മുന്നിൽ വെച്ച് ഒരു സംസാരം വേണ്ടെന്ന് കരുതി അവൾ താഴേക്കിറങ്ങിപ്പോയി. കയ്യിന്ന് വിടുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് പോണം. നിങ്ങളെന്നോ? എന്നെ ഏട്ടാന്ന് മാത്രം വിളിച്ചിരുന്നവളല്ലേ നീ? എന്താ നിനക്ക് പെട്ടെന്ന് പറ്റിയത്? ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഏട്ടാന്ന് വിളിക്കാൻ ഇനിയും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ മിസ്റ്റർ ജയന്തികാസ്. മോളെ വിളിക്കരുത് തന്നെ. എങ്ങനെ ഇന്നലെ പുടവ കൊടുക്കാനെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ഞാൻ സത്യങ്ങൾ തിരിച്ചറിയുന്നു. ഞാനും നവി എങ്ങനെയാണെന്ന് അറിയാവുന്നതല്ലേ. അവൾ പറഞ്ഞു എന്നോടെല്ലാം. വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ ആ നിമിഷം മരിച്ചതാ എൻ്റെ മനസ്സിൽ എൻ്റെ ഏട്ടൻ. മോളെ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റുപറ്റിപ്പോയി. ക്ഷമിച്ചൂടെ ഏട്ടനോട്. ഇനി മോളേന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത്. നമ്മുടെ അമ്മ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. വെറുതെ ഒരു ബഹളം ഉണ്ടാക്കി അവരെ കൂടെ അറിയിക്കരുത്. അവർ മാത്രം ഇനി അറിയാൻ ബാക്കിയുള്ളൂ. സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ക്ഷമിക്കുന്ന കാര്യം അത് ഞാനല്ല ചെയ്യേണ്ടത്, നവിയേച്ചി. ചേച്ചിയാണ് ക്ഷമിക്കേണ്ടത്. പക്ഷെ ക്ഷമ ചോദിച്ചാൽ പോലും ഇനി അവരെ ബുദ്ധിമുട്ടിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ റൂമിൽ കയറി കഥകടിച്ചു. അവൾ കരയുകയാണെന്ന് അവനും മനസ്സിലായെങ്കിലും നിസ്സഹായനായി നിൽക്കാൻ അവന് കഴിഞ്ഞുള്ളൂ. അവൻ്റെ ആ നിൽപ്പ് കണ്ടുകൊണ്ടാണ് നവി മുകളിലേക്ക് വന്നത്. ഏകദേശം കാര്യങ്ങൾ ഊഹിച്ചെടുത്തു. അവൾ അവനെ നോക്കി പുച്ഛത്തോട് ചിരിച്ചു. കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയി തുടങ്ങിയല്ലേ? ഓർത്തു വെച്ചു, പതനമാണ് നിന്റെ. അതിന് അധികം സമയമില്ല ദേവന് പതനമില്ല നവി. ഒലിച്ചു പോതെല്ലാം 1000 മടങ്ങായി തിരിച്ചു വരുന്ന നീ കാണും. ഈ ലോകം തന്നെ എതിരെ വന്നാലും ദേവനെ തോൽപ്പിക്കാൻ കഴിയില്ല. എനിക്ക് വേണ്ടത് നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെ പോകും. അവിടെ എനിക്ക് ശരികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഇന്ന് നടന്നത്. ഈ വിവാഹം അത് വലിയൊരു ശരിയാണെന്ന് പറയാൻ ഈ താലിയെന്നും നിന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും. അവളുടെ തലയിൽ മുറുകെ പിടിച്ചു പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത റൂമിലേക്ക് കയറിപ്പോയി. ചുമരിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അലമാരയിൽ നിന്നും വലിയൊരു ബോട്ടിലെടുത്ത് ഗ്ലാസ്സിൽ പകരാൻ പോലും നിൽക്കാതെ അവൻ കുപ്പി ചുണ്ടോട് ചേർത്ത് നുണഞ്ഞു. ശരീരത്തിൽ മദ്യത്തിൻ്റെ ലഹരി പടരുമ്പോഴും നീതുവിൻ്റെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങി. ആ നിമിഷം മരിച്ചതാ എൻ്റെ മനസ്സിലേട്ടൻ. ഇല്ല നീതുമോളെ, നിന്റെ ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ഏറ്റവും വലിയ ശരിയായിരുന്നു. പക്ഷെ മനസ്സിലാക്കേണ്ട ആരും ഒന്നും അറിയണ്ട. ദേവനൊരു തെറ്റും ചെയ്യില്ല, ചെയ്യാൻ കഴിയില്ല. മധ്യരയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ആരോടുള്ള ദേഷ്യത്തിൽ കയ്യിലുള്ള ബോട്ടിൽ ഉറഞ്ഞിറച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് വീണു. ആ ബോധാവസ്ഥയിൽ അവന് പറഞ്ഞുകൊണ്ടിരുന്നു ദേവൻ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ ശരിയായിരുന്നത്. 2 ആഴ്ച കൊണ്ട് നടന്ന വിവാഹമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമേ ക്ഷണമുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം റിസപ്ഷൻ നടത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ദേവൻ അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. വൈകുന്നേരം 5 മണി ആയപ്പോഴേക്കും ദേവൻ മധ്യരയിൽ ഉറങ്ങുകയായിരുന്നു. അവൻ റൂമിലേക്ക് വരില്ല എന്ന ഉറപ്പിൽ നവി അല്പനേരം വിശ്രമിച്ചു. ദേവനുമായുള്ള പോരാട്ടത്തിന് തയ്യാറാകാൻ ഇപ്പോൾ തനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് അവൾക്കും തോന്നിയിരുന്നു. വാതിൽ മുട്ടി ആരോ വിളിക്കുന്നത് കേട്ടാണ് നവി കണ്ണുകൾ തുറന്നത്. പുറത്ത് നിൽക്കുന്നത് ദേവനാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവൾ വാതിൽ തുറന്നത്. എങ്കിലും അവിടെ അവൻ്റെ അമ്മാവിൻ്റെ മക്കളായ വീണയും വാണിയുമായിരുന്നത്. ഞങ്ങൾ വന്ന ശല്യോ 2 അല്ല, വാതിൽ തുറക്കാനൊരു താമസം. രാത്രി വരെ കാത്തിരിക്കാൻ വയ്യാതായ 2 ദൈവേട്ടനെ താങ്ങാനുള്ള കരുത്തൊക്കെ അവൾക്ക് ഉണ്ടാവോ വീണേ? വശീകരിക്കാനുള്ള കഴിവ് ഇവിടെയും കാണുമായിരിക്കുമല്ലേ? അർത്ഥം വെച്ചുള്ള സംസാരം നവയ്ക്ക് അസഹനീയമായിരുന്നെങ്കിലും അവളൊന്നും പ്രതികരിക്കാൻ മുതിർന്നില്ല. കാരണം അവൾക്കറിയാമായിരുന്നു ഇതിനേക്കാൾ കുത്തുവാക്കുകൾ ഇവൾ ഇനിയും കേൾക്കേണ്ടി വരുമെന്ന്. ഇവിടെ ആരുമില്ല, നിങ്ങൾ വന്ന കാര്യം പറ. അപ്പൊ ദേവേട്ടൻ ഇവിടെ ഇല്ലേ? എവിടെ പോയി? എനിക്കറിയില്ല.
അത് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ദേവേട്ടന്റെ കാര്യം നോക്കേണ്ടത് നീയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു വേണം അറിയാൻ. ഇവിടെ ഞാൻ ആരുടെയും വേലക്കാരിയായല്ല വന്നത്. കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. ഇവിടത്തെ വേലക്കാരിയാകാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവളുടെ അഹങ്കാരം കണ്ടില്ലേ? ശബ്ദമുട്ടി സംസാരിക്കുമ്പോൾ നീ ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം കൂടെ ഓർക്കുന്നത് നല്ലതാ. ഇതിപ്പോൾ അറിയാത്തതായി ആരുമില്ല. വാക്കുകൾ കൊണ്ടുള്ള അസ്ത്രങ്ങൾ നെഞ്ചിൽ വന്ന് തുളച്ചു കയറാൻ തുടങ്ങിയതും ദേഷ്യത്തിലുള്ള നീതുവിന്റെ അലർച്ച കേട്ട് അവർ മൂവരും ഞെട്ടി. എന്റെ ചേച്ചിയുടെ യോഗ്യത കളക്കാൻ നീയൊക്കെ ആരാ? നീതുമോളെ, ഞങ്ങള് ഒന്നും പറയണ്ട. ചടങ്ങ് കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പോയിക്കൂടെ? കടിച്ചു തൂങ്ങി നിന്ന് ശല്യപ്പെടുത്തുന്ന എന്തിനാ? രണ്ടിനെ കൺമുന്നിൽ പോലും കണ്ടുപോകരുത്. നീതുവിന്റെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ നടങ്ങിപ്പോയത് കൊണ്ടാകാം വീണയും വാണിയും തിരിച്ചൊരു അക്ഷരം മിണ്ടാതെ താഴേക്ക് പോയി. തന്നോട് ഒരു അക്ഷരം പോലും മിണ്ടാനോ മുഖത്ത് നോക്കാനോ കൂട്ടാക്കാതെ തിരിച്ചു നടക്കാൻ ഒരുങ്ങിയ നീതുവിനെ നവി കയ്യിൽ പിടിച്ചു നിർത്തി. നീതുമോളെ, നിനക്കും വേണ്ടാതായോ ഞാൻ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് വീണതായിരുന്നു നീതു. അവൾക്കുള്ള മറുപടി കൊടുത്തത്, വേണ്ടതാകാനോ? എൻ്റെ ചേച്ചിനെയല്ലേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ? പക്ഷെ ഒന്ന് നേരെ നോക്കാൻ പോലും കഴിയാതായല്ലോ എനിക്ക്. ഞാൻ കൂടി കാരണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വേണ്ട മോളെ, ഇനി അതൊന്നും പറയണ്ട. മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ നടക്കാനുള്ള യോഗം ഉണ്ടായി കാണും ചേച്ചിക്ക്. ഞാൻ സ്ട്രോങ് ആയി നിൽക്കുന്ന കാണുന്നില്ലേ? എല്ലാം മറന്നു മോളും പണ്ടത്തെ നീതു ആകണം. അവളെയും കളിയും കുറുമ്പും നിറഞ്ഞ എൻ്റെ നീതുവിനെയും നിവിയെയും എനിക്ക് തിരിച്ചു തരില്ലേ? ചേച്ചിക്ക് എല്ലാം മറക്കാൻ പറ്റുമെങ്കിൽ, ഞങ്ങളുടെ പഴയ ചേച്ചിയാകാമെങ്കിൽ ഞാനും നിവിയുടെ കൂടെ ഇല്ലാണ്ടിരിക്കും. എന്നാൽ മോള് പോയെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാനിവിടെ ഉണ്ടാകും. പക്ഷെ ചേച്ചി, ഏട്ടൻ പറ്റുമോ എൻ്റെ ഏട്ടനെ പൊറുക്കാൻ? അത് ഞാൻ മോള് ചെല്ല്, അതൊക്കെ പിന്നെ ആലോചിക്കാം. നീതുവിൻ്റെ കവിലൊന്ന് തലോടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അപ്പോഴും അവൾക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും അവൾക്ക് ദേവിനോട് പൊറുക്കാനോ നടന്നെല്ലാം മറക്കാനോ കഴിയില്ലെന്ന്. കല്യാണത്തിന് വന്നവരോടെല്ലാം വിശേഷം തിരക്കുന്നില്ലായിരുന്നു ദേവൻ്റെ അമ്മ യമുന. തൻ്റെ മകനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആ അമ്മയുടെ മുഖത്ത് അഭിമാനമായിരുന്നു. ഏട്ടത്തി, ദേവൻ എവിടെ? അകി കുറേ നേരം അന്വേഷിക്കുന്നു. അവൻ മുകളിൽ കാണും, ചിലപ്പോൾ മോളുടെ കൂടെ കാണും. അല്ല, ഈ അകിയുടെ കാര്യം രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ഏത് നേരം ദേവൻ്റെ കൂടെ അല്ലേ? ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ. ഒരു പെങ്കുച്ച് വീട്ടിൽ വന്ന് കയറിയില്ലേ? ഹേയ്, നവിമോള് വന്നതുകൊണ്ട് അതിന് മാറ്റമൊന്നും വരില്ല. അവരെപ്പോഴും നല്ല കൂട്ടുകാരും സഹോദരന്മാരും ആയിരിക്കും. ദേവന്റെ ചെറിയച്ഛൻ്റെ മകനാണ് അഖിൽ എന്ന അഖി. രണ്ടുപേരും ഒന്നിച്ച് കളിച്ചു വളർന്നവർ, ഏത് സാഹചര്യത്തിനും കൂടെ നിൽക്കുന്നവർ. അഖിയുടെ അച്ഛൻ അവന് 10 വയസ്സുള്ളപ്പോഴും അമ്മ 15ാമത്തെ വയസ്സിലും മരണപ്പെട്ടു. പിന്നീട് അവൻ വളർന്നത് യമുനയുടെയും ഗംഗാധരൻ്റെയും മകനും ദേവന്റെ ഇരട്ട സഹോദരനും നീതുവിൻ്റെ ഏട്ടനുമായാണ്. അവനെ അന്വേഷിച്ച് അഖി കുറേ നടന്നു. അവസാനം അവൻ എവിടെയായിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ടും അവിടെ ഓഫീസ് റൂമിലേക്ക് എത്തി. അവൻ വിചാരിച്ചെന്നപ്പുറമായിരുന്നു അവിടെ അവൻ്റെ അവസ്ഥ. റൂമിന് ഒരു സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡിൽ കവിന്ന് കിടന്നുകൊണ്ട് തൻ്റെ വലത് കൈപ്പത്തിയിൽ കുപ്പിച്ചില് കുത്തിയാഴ്ത്തുന്ന വേദനയാണ് അഖി അവിടെ കണ്ടത്.